ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ്. അപ്പം സത്യം പറഞ്ഞാൽ വാതറന്ന കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, വ്യൂസ് തീരെ കുറവാണ്. അപ്പം കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ റിയാക്ഷൻ വീഡിയോ, അതായത് റോസ്റ്റിംഗ് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് നല്ല വ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഏകദേശം 600ഓളം വ്യൂസ്. പക്ഷേ അതിനകത്ത് ഒരൊറ്റ ലൈക്ക് പോലും ഇല്ല. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്പോട്ട് ആണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഭയങ്കര കാടാണ് സംഭവം. ഇവിടെ എങ്ങും ആരുമില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോൾ അതാണ്ട് ഒരു 2 വേട്ടാവളിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂട്ടിക്കകത്ത് കിടന്ന് കറങ്ങുക. ഒന്നാമത് വീഡിയോസ് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാനെ കൊണ്ട് ഉള്ള ഇത് തൊലിക്കട്ടി ഇല്ല സംഭവം. അപ്പോൾ പിന്നെ ഇവന്മാർ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ഭയങ്കര മടി. പിന്നെ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. തുറന്ന കാര്യം പറഞ്ഞ് വീഡിയോ ഒക്കെ ചെയ്തിട്ടും എല്ലാം കണക്ക് തന്നെ വ്യൂസുണ്ട്. പക്ഷേ എന്നെക്കാട്ടി ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു വീഡിയോ കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ കുറച്ച് ഡിസ്ലൈക്കെങ്കിലും അടിച്ചിട്ട് പോടേ. അതായത് ഒരൊറ്റ ലൈക്ക് പോലും ഇല്ല. 600 വ്യൂസ് കണ്ടത് എനിക്ക് തന്നെ ഇത് വരുന്നു. അപ്പം ലൈക്ക് അടിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, ഡിസ്ലൈക്കെങ്കിലും അടിക്കും. വീഡിയോ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, അല്ലേ മോശമായിട്ടുള്ള കമൻ്റൊക്കെ ഇടും. നിങ്ങളൊരുമാതിരി മനുഷ്യനെ ഇതാക്കണം. ഒന്നെങ്കിൽ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നു, അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ കൊള്ളാമെന്നെങ്കിലും കമൻറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് അടുത്ത ദിവസങ്ങളിലോട്ട് വീഡിയോ ഇടാനെ കൊണ്ടുള്ള മടുപ്പോ അല്ലെങ്കിൽ വീഡിയോ ഇടാനുള്ള പ്രയോജനമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അഥവാ വീഡിയോ ആരും കണ്ടില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ വേറെ ജോലിക്കൊക്കെ പോയി സെറ്റാക്കുന്നതാണ്, അത് വേറെ കാര്യം. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യൂസൊന്നും കിട്ടിയില്ലെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പം നമുക്ക് തന്നെ എടുത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അത് കണ്ടിട്ട് ചിരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് എന്ന് ചാനലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് വ്ളോഗ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ വ്ളോഗ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ക്യാമറ എടുത്ത് ഇങ്ങനെ കൊണകൊണകൊണന്ന് ഇതാണ് കക്കൂസ്, ഞാനിന്ന് കക്കൂസിൽ പോയില്ല, അല്ലേ കുളിച്ചില്ല, നനച്ചില്ല. പിന്നെ ഒരു കാര്യം, ഒരു മാസം മുന്നേ എങ്ങാണ്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്തപ്പം അതിനകത്ത് ഏതോ 2 വേട്ടാവളിയന്മാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ നീ കുളിക്കുന്നത് നനക്കില്ല, മുടി വെട്ടത്തില്ല, താടി പഠിക്കുക. എടാ അതൊക്കെ എൻ്റെ ഇഷ്ടമല്ല, നീൻ്റെ ചിലവനല്ലല്ലോ, അങ്ങനെ പറയണ്ടായിരുന്നല്ലേ. നീയൊക്കെ വേറെ പണിക്ക് വല്ലതും പോയിക്കൂടെ. ഒരുമാതിരി കൊണച്ച കമൻറ്റ്. കുളിച്ചും നനച്ചും അതേപോലെ മീശയും താടിയും പഠിച്ച് ജെൻറ്റിൽമാനായിട്ട് വന്ന് വീഡിയോ നിൻ്റെയൊക്കെ മുന്നിലിരുന്ന് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പം അത് പറയാൻ വേണ്ടിയിട്ടല്ല വന്നേ. ഇപ്പം നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കാടുകളെല്ലാം പിടിച്ച് വല്ലാണ്ട് കിടക്കുവാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനും കൊണ്ട് അടിപൊളിയാണ്. അവിടെ ഒന്നും ആരുമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5-6-5:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് സംഭവം ഒറ്റയ്ക്ക് ഇരിക്കുക. ഇപ്പം ഒരു മഴ പെയ്തതേ ഉള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒറ്റ കുഞ്ഞുങ്ങളില്ല. കാട്ടിലെ കലകലാരവമായ സൗണ്ടുകൾ മാത്രമാണുള്ളത്. അപ്പം പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നവർ ഒന്നെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, കൊള്ളത്തില്ലേ, ഇല്ലെങ്കിൽ കമൻ്റ് അടിച്ചിട്ട് പറയാം നീ കൊള്ളത്തില്ല, നീ നിർത്തി പോടേ, അല്ലേ മോശമായിട്ടുള്ള കമൻറ്റോ അല്ലെ വീഡിയോ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നുള്ള കമൻറ്റോ. എന്നെക്കാട്ടി ഇൻട്രോവേർട്ടായിട്ടുള്ള കുറേ മാരാണെന്ന് തോന്നുന്നു വീഡിയോ കാണുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുക, അത് നമുക്ക് വായിക്കാനൊക്കെ ഒരു രസമാണ്. ഇന്നത്തെ ഈ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. ലൈവ് ഒക്കെ ചെയ്യാമായിരുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനെ കൊണ്ട് 7-8 പേരൂടെ മതി. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോക്കോ, നമുക്ക് ഒരു സങ്കടവും ഇല്ല. യൂട്യൂബ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാശുണ്ടാക്കണമെന്നുള്ള ഒറ്റ ഒരു ഇത് വെച്ചിട്ടാണ് ഇവനെല്ലാം വേറെ ഒരു നാണവന്മാനും ഇല്ലാത്ത കുറേ വളിയന്മാർ വേറെ പണിക്കും ജോലിക്കും ഒന്നും പോകത്തില്ല. എന്നിട്ട് ഫുൾ ടൈം യൂട്യൂബിൽ കുറേ കുണച്ച വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവന്മാർക്ക് മാത്രമല്ല, നമ്മളെപ്പോലുള്ളവരും
വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ വേറൊരു വൈബാണ്, മനസ്സിലായോ? ഇതിപ്പം അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങളെ മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഈ വീഡിയോ ഒക്കെ കടന്ന് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇടും. പിന്നെ വൈറലായാലും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാലോ ചെയ്തില്ലല്ലോ ഒന്നും എനിക്കൊരു കുഴപ്പമില്ല. കുറേ നാളുകൾ കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതാകുമ്പോൾ ഗാലറി കിടന്ന് ഡിലേറ്റ് ആയി പോവുക അങ്ങനെയൊന്നുമില്ല. അല്ലാതെ വേറെ പണിക്കും കുലിക്കും പോവാ മടിയുണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മൾ 24 മണിക്കൂറും യൂട്യൂബിൽ വീഡിയോ ഇട്ട് യൂട്യൂബിൽ നിന്ന് വരുന്ന പേയ്മെൻറ്റും മേടിച്ച് കപ്ലൈ അടിച്ച് തന്തയുടെയും കീഴിൽ കിടന്നുകൊണ്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് വർഷത്തിൽ ഒരു 5-6 മാസം പണിക്ക് പോയാൽ സുഖം. പെണ്ണൊന്നും കെട്ടണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയാൻ നല്ല രസമുണ്ടല്ലേ. എനിക്കിങ്ങനെ കാര്യങ്ങൾ പറയാൻ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. പക്ഷേ മറ്റുള്ള വീടിൻ്റെ അടുത്ത് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോലും ഞാൻ സംസാരിക്കത്തില്ല. പണ്ട് പഠിച്ചപ്പോഴൊക്കെ തന്നെ ആണെങ്കിലും ആൺപിള്ളേർ കുറച്ച് 2-3 പേര് കൂട്ടുകാർ, ഇപ്പോഴും അതേപോലെ തന്നെ കൂട്ടുകാർ കുറച്ചേ ഉള്ളൂ. എനിക്ക് എല്ലാവരുടെ അടുത്തും പോയി ഇങ്ങനെ അടിക്കാനും ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം പിള്ളേർക്കൊന്നും എൻ്റെ പേര് പോലും അറിയത്തില്ല. അത് ഇപ്പോഴും അറിയില്ല. ക്ലാസ്സിൽ ഏതെങ്കിലും ഉള്ളവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചാൽ അനന്തു ആരാന്ന് ചോദിച്ചാൽ ഏതനന്തു എന്നേ ചോദിക്കുള്ളൂ. അമ്മാതിരി ടീമാണ്. അപ്പം ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിന്ന് കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരൊക്കെ കാണുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല സംഭവം. അപ്പോൾ ആ ഒരു സെറ്റപ്പുണ്ട്. വീഡിയോ കാണുന്ന ആരൊക്കെയാണെന്ന് പോലും നമുക്കറിയുന്നില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ആരൊക്കെ കാണുന്നു. അത് ഒരു വല്ലാത്ത സംഭവം പോലൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യം ലൈവൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യാനേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യം. അപ്പം പെരയ്ക്കകത്തിരുന്ന് ചെയ്യാനെ കൊണ്ടൊരു ഗുമ്മ് കിട്ടില്ല. ഇപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ടപ്പുറത്ത് മാറിയിട്ട് ഒരു സ്ഥലത്ത് പോയി നിന്നാണ് ഒരു വളവുണ്ട്. അവിടെയാണ് കുറേ മരണങ്ങൾ, ആൾക്കാരെ കൊണ്ടിടുക. അതേപോലെ അത് പണ്ടാണ്. പിന്നെ ഒരു കൊറോണ ആ ടൈമിലൊക്കെ ഒരാൾ ചത്തുണങ്ങി കിടപ്പുണ്ടായിരുന്നു അവിടെ. അപ്പം പോലീസുകാരും ഇതെല്ലാവരും വന്ന് നോക്കി. അപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ പോയി കാണാനും പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല. പുള്ളിയുടെ ഒരു പഴയ മൊബൈലുണ്ടായിരുന്നു. അത് മഴ സമയമല്ല, ഉണക്കത്താണ്. അതുകൊണ്ടാണ് ശവം പായ പൊതിഞ്ഞ പോലൊക്കെ കൈലിയൊക്കെ മാറിക്കിടന്ന്. അങ്ങനെ വീട്ടിൽ ചേട്ടന്മാരൊക്കെ പോയി കണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നിട്ട് ഉണങ്ങി ഞെരിഞ്ഞ് പോലീസുകാരെല്ലാവരും വന്ന് എന്തൊക്കെ നോക്കിയെടുത്ത് അങ്ങനെ കണ്ടൊക്കെ കൊണ്ടുപോയി. പിന്നെ പണ്ട് തൂങ്ങി മരിച്ചിട്ടുണ്ട് അവിടെ ആ വളവിന്. അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പോഴും ഇതേ സെയിം ഷർട്ടാണ്. പിന്നെ അതിനേകദേശം 10-14,000 വ്യൂസൊക്കെ. ഞാൻ വിചാരിച്ചു ഓഹോ ഒറ്റയടിക്ക് ഇപ്പോൾ 1000 സബ്സ്ക്രൈബൊക്കെ ആകുമായിരിക്കും എന്ന് വിചാരിച്ച്. അപ്പോൾ അതൊന്നും നടന്നില്ല. അത് കുഴപ്പമില്ല. അപ്പം ഈ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വട്ടം ഈ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്യാതെ മറ്റേ മിണ്ടായിരുന്ന് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിന് ഏകദേശം 600 വ്യൂസൊക്കെ വന്നിട്ട് ലൈക്കൊന്നുമില്ല. ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല. എന്നാലും ഒരു സംതൃപ്തിക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ കൊള്ളത്തില്ലെങ്കിൽ ഡിസ്ലൈക്കെങ്കിലും അടിക്കുക. അതേപോലെ നിങ്ങൾ കമൻറ്റ് ഒക്കെ അടിക്കാവുന്നവർ പറ്റുന്നവർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഉണ്ടായിരുന്നു, അതങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇടുന്നു, അപ്ലോഡ് ചെയ്യുന്നു, എന്തോ ഒരു രസം. അപ്പോൾ ശരി, എന്നാൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെന്താ പറയാനാ, ഞാൻ ഒന്നുകൂടെ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് വളയുമ്പോഴാണ് ആ വള. വേണേ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ മരം എന്താണെന്നറിയോ? ഇതാണ് വെട്ടിമരം. കൂടുതൽ അറിയാനവർ കമൻറ്റ് ചെയ്യും. ആ കാണുന്നതല്ല, അത് വേറെ ഏതോ വിഷക്കായാണ്. അപ്പോൾ ശരി എന്നാൽ.